ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശി'ത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അപ്പൊ ഞാന് ഫസ്റ്റ് ഇതുവരെ എടുത്തതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ആദ്യം ഞാൻ തജ്വീദ് പറയാൻ വിചാരിക്കുക. എല്ലാവരുടെയും തജ്വീദ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, എല്ലാവരും ക്ലാസ്സിലുള്ള എല്ലാവരും ഖുർആൻ ഓപ്പൺ ചെയ്യുക. സൂറത്തുൽ ബഖറ 41-ാമത്തെ ആയ എടുത്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ തജ്വീദിന്റെ നിയമങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖുർആനിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ചെറിയ രീതിയിൽ അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അതന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് അത് ഓതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എളുപ്പം കിട്ടും. ഓക്കെ. സൂറ ബഖറ 41-ാമത്തെ ആയ മുതലാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഓക്കെ അല്ലേ സുമിയ ടീച്ചറെ? കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ 40-ാമത്തെ ആയ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. 41-ാമത്തെ ആയയില് ആമിനു ബിമാ അൻസൽതു. അവിടെ തജ്വീദിന്റെ റൂൾ എന്താന്ന് വെച്ചാല് ഈ ബിമാ അല്ലേ, ബിമാ കഴിഞ്ഞിട്ട് ബിമയുടെ മീമിനൊരു മദ്ദുണ്ട്, ഒരു അലിഫ് മദ്ദുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹംസയുണ്ട്. കാണുന്നുണ്ടാവുമല്ലോ. നിങ്ങൾ ഖുറാനിൽ നോക്കുക, ഖുറാനിൽ നിങ്ങൾ നോക്കി കണ്ടുവെക്കുക. ബിമാ കഴിഞ്ഞിട്ട് മീമിന്റെ മദ്ദിന്റെ മുകളിൽ ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നം ഉണ്ടാവും. അപ്പൊ അസാധാരണ മദ്ദിന്റെ ചിഹ്നം കണ്ടു കഴിഞ്ഞാല് 2-ൽ കൂടുതൽ എന്തായാലും നീട്ടാനുണ്ടാവും. മദ്ദിനെ 2-ൽ കൂടുതൽ നീട്ടാനുള്ളതിനാണ് നമ്മൾ അസാധാരണ മദ്ദിന്റെ ചിഹ്നം കാണുക. അപ്പൊ ഇവിടെ മദ് കഴിഞ്ഞിട്ടുള്ളത് ഹംസയാണ്. മദ്ദിന് ശേഷം വന്നത് ഹംസയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മദ്ദിന് 4 കൗണ്ടാണ് നീട്ടേണ്ടത്. മീമിന്റെ മദ്ദിന് 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ബിമാ അൻസൽതു. ഇവിടെ ഈ നീട്ടൽ നിർബന്ധമുള്ള നീട്ടലല്ല. ഒരേ വാക്കിൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ മദ്ദിനെ നീട്ടൽ നിർബന്ധമുള്ളൂ. ഇവിടെ ഓപ്ഷനലാണ്. ഈ ഒരു മദ്ദിന്റെ പേര് മദ് മുൻഫസിൽ എന്നാണ്. അൽ മദ്ദുൽ മുൻഫസിൽ. ഓക്കെ. അപ്പൊ 4 കൗണ്ട് നീട്ടിയാല് നല്ലതാണ്. നീട്ടിയിട്ട് പാരായണം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹംസ കഴിഞ്ഞിട്ട് ഒരു നൂൻ സുക്കൂനുണ്ട്, സാക്കിനായ നൂനുണ്ട്. സാക്കിനായ നൂനിന് ശേഷം വന്നത് സായാണ്, സ. അപ്പൊ സാക്കിനായ നൂനിന് ശേഷം സ വന്നു കഴിഞ്ഞാൽ ഇഖ്ഫ ആണ്. ഇഖ്ഫ മഹ്റജിലൊന്നും തൊടാതെ മണിക്കുക. അൻസൽതു. ഓക്കെ. അപ്പൊ അത് മൊത്തം ആ ഒരു വാക്ക് പാരായണം ചെയ്യുന്നത് ബിമാ അൻസൽതു. ക്ലിയർ ആയി വിചാരിക്കുക. നെക്സ്റ്റ് വേർഡ് മുസദ്ദിഖൻ. ഖാഫിന് ഫതഹ തൻവീൻ ഉണ്ട്. ഫതഹ തൻവീൻ കഴിഞ്ഞിട്ട് വന്നത് ലാമാണ്. അപ്പം തൻവീനിന് ശേഷം ലാമു വന്നാൽ, ലാമോ റായോ വന്നു കഴിഞ്ഞാൽ മിക്സ് ചെയ്യും, ഇദ്ഗാം ചെയ്യും. 2 കൂടി കൂട്ടും. എന്ത് ചെയ്യൂല, മണിക്കൂല. എന്ത് 2 കൂട്ടാന്ന് വെച്ചാല് തൻവീനിലുള്ള നൂനിന്, തൻവീൻ എന്ന് പറഞ്ഞാല് ഫതഹ തൻവീൻ എന്ന് പറഞ്ഞാൽ ഫതഹ പ്ലസ് നൂൻ സുക്കൂനാണ്. ഫതഹ പ്ലസ് നൂൻ സുക്കൂനാണ്. അപ്പൊ ഇതില് ഫതഹ അവിടെ വെക്കും. ഖാഫിന്റെ മുകളിൽ ഫതഹ അവിടെ വെച്ചിട്ട് നൂനിനെ എങ്ങോട്ട് എടുക്കും, എവിടേക്ക്, ലാമിലേക്ക് മിക്സ് ചെയ്യും. ഇദ്ഗാം എന്ന് പറഞ്ഞാല് 2 കൂടി കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുക. ഇദ്ഗാം എന്ന് പറഞ്ഞാല് മിക്സ് ചെയ്യുക, യോജിപ്പിക്കുക. എന്തിന്? നൂനിനെ, തൻവീനിനുള്ള നൂനിനെ ലാമിലോട്ട് യോജിപ്പിക്കുക.
ലാമിലോട്ട് മിക്സ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ ലാമിന് എന്ത് വന്നത്? ശ്രദ്ധ വന്നത്. ലാമിന് ശ്രദ്ധ ഉള്ളത് അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് മുസദ്ദിഖല്ലിമ, മുസദ്ദിഖ, ഖാഫിന് ഒരു ഫതഹ ഉണ്ടാവും, ബാക്കിയുള്ളത് ഇങ്ങോട്ട് പോന്ന്, നൂന് ഇങ്ങോട്ട് പോന്ന്. മുസദ്ദിഖല്ലിമ, മുസദ്ദിഖല്ലിമ മഅക്കും, മഅക്കും അടൊന്നുമില്ല. വലാ തകൂനൂ, ഇവിടെ തകൂനു വമ്മയാണുള്ളത്. വമ്മയെ നീട്ടാൻ ഒരു വാവുമദ് ഉണ്ട് അവിടെ. വമ്മയെ നീട്ടാൻ ഒരു വാവുമദ് ഉണ്ട്. വാവുമദിന്റെ മുകളിൽ ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നം ഉണ്ട്. അത് ചിഹ്നം വരാനുള്ള കാരണം ഈ ഹംസയാണ്. തൊട്ടടുത്ത വാക്കിലെ ആദ്യത്തെ അക്ഷരം ഹംസ ആയതുകൊണ്ടാണ് അവിടെ അസാധാരണ മദ്ദിന്റെ ചിഹ്നം വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി തന്നെ 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ഇവിടെ പേര് മദ്ദുൽ മുൻഫസിൽ, മദ്ദുൽ മുൻഫസിലാണ്. 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. പിന്നെ ഈ വാവ് കഴിഞ്ഞിട്ട് ഒരു അലിഫ് കണ്ടില്ലേ നിങ്ങള്? വാവ് കഴിഞ്ഞിട്ട് ഒരു അലിഫും അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു വട്ടവും കണ്ടില്ലേ? വട്ടം. ഇതിന്റെ പേര് സ്വിഫ്ർ മുസ്തദീർ എന്നാ. സ്വിഫ്ർ മുസ്തദീർ. ഇതൊന്നും ചെയ്യണ്ട, നമുക്ക് പാരായണത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല അത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്താൽ മതി. വാവിനല്ല, വാവ് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ അലിഫില്ലേ, അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ. ഇവിടെ എന്ത് ചെയ്യുക? 4 കൗണ്ട് നീട്ടിയിട്ട് തകൂനൂ, അങ്ങനെ 4 കൗണ്ട് നീട്ടുക. തകൂനൂ ഔവല, വാവിന് ശ്രദ്ധയാണ്. ഔവ, ശ്രദ്ധ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് വാവ് സുക്കൂൻ പ്ലസ് വാവ് ഫതഹയ്ക്കാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഔവല, ഔവ, ഔവല കാഫിരിംബി, കാഫിരിംബി, ഔവല. ഇവിടെ കാഫിരി, പായുടെ ശേഷം കെസ്ര തൻവീൻ ഉണ്ട്. കെസ്ര തൻവീനാണ്. കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ബി ആണ്. അപ്പൊ തൻവീനിന് ശേഷം ബി വന്നാൽ തൻവീനിലുള്ള നൂനിനെ, തൻവീനിൽ എപ്പോഴും ഒരു നൂനുണ്ടാവും. തൻവീൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളിലൊരു നൂനുണ്ടാവും. എല്ലാ തൻവീനും ഉണ്ടാവും. പത്തേ കിസ്റ ലമ്മ, അതിനുള്ളിലൊരു നൂനുണ്ടാവും. അപ്പൊ തൻവീനു ശേഷം അല്ലെങ്കിൽ സാക്കിന നൂനിനോ തൻവീനിനോ ശേഷം ബ എന്നുള്ള ലെറ്റർ വന്നു കഴിഞ്ഞാൽ തൻവീനിലുള്ള നൂനിനെ എന്താക്കും? മീമാക്കിയിട്ടാണ് മണിക്കുക. മീമാക്കി മണിക്കും. അതിനാണ് നമ്മൾ പറയുന്നത് മറച്ച് മണിക്കുക എന്നറിയല്ലോ. മറിച്ച്, നൂനിനെ മറിച്ച് മീമാക്കിയിട്ട് മണിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നൂനിന്റെ സൗണ്ട് എവിടെയും ഉണ്ടാവൂല. ഓക്കെ. അതിന്റെ നിങ്ങൾ ഖുർആനിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ചെറുതാണ്. ഖുർആനിൽ കാണാം, പിന്നെ റായുടെ അടിയിൽ ഒരു കെസ്രയും ഒരു മീമും ഉണ്ടാകുക. റായുടെ അടിയിൽ ഒരു കെസ്ര ഒരു മീമും ഉണ്ടാകുക. ഓക്കെ. അപ്പൊ കാഫിരിംബി, 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 ബിഹി, ബിഹി എന്നാണുള്ളത്. ഹാക്ക് ഉത്സവപ്പെട്ട് നിർത്താം. ഇവിടെ എന്തുണ്ട്? ഒരു അലാമുണ്ട് അല്ലെ? നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കൂട്ടിയോതലാണ് നല്ലത്, പക്ഷെ നിർത്തുന്നതിൽ മിസ്റ്റേക്ക് ഇല്ല. അപ്പൊ നിർത്തുകയാണെങ്കിൽ നമ്മള് ഹാക്ക് സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുന്നത്. അപ്പൊ കാഫിരിംബി, കാഫിരിംബി അങ്ങനെ നിർത്താം. ഇനി നിർത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? കൂട്ടി ഓതുകയും ചെയ്യാം. അപ്പൊ കൂട്ടി ഓതുകയാണെങ്കിൽ ഈ ഹാടെ ശേഷം ഒരു യാ ഉണ്ട്. യാ സഗീറ, ചെറിയൊരു യാ ഉണ്ട്. അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഖുർആനിൽ നോക്കുക, നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ചെറിയൊരു യാ, അത് 2 ഹർക്ക നീട്ടാനുള്ളതാണ്. ഹായ 2 ഹർക്കത്ത് നീട്ടുക. ബിഹി, ബിഹി, വലാ തശ്തറൂ, വലാ തശ്തറൂ. ഷീനിന് സുക്കൂനിട്ട് വന്നാൽ നല്ലോണം കാറ്റ് പോവും. എയർ ഫ്ലോ ഉള്ള ലെറ്ററാണ്, ഹംസിന്റെ ലെറ്ററാണ്. അതേപോലെ തന്നെ എന്താണ് റഹോവയുടെ ലെറ്റർ. റഹോവ എന്ന് പറഞ്ഞാല് ആ മഹറജില് പെട്ടെന്ന് നമ്മൾ പോവൂല. പെട്ടെന്ന് പോവാണ്ട് മഹറജില് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. ഓക്കെ. അപ്പൊ വലാ തശ്തറൂ, തശ്തറൂ. ഓക്കെ. റൂ, റൂ. ഇവിടെ ഒരു വാവ് മന്ദുണ്ട്. 2 ഹർക്ക നീട്ടിയാൽ മതി.
2 ഹർക്കത്ത് നീട്ടിയാൽ മതി. കഴിഞ്ഞിട്ട് ഹംസ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 2 ഹർക്കത്ത് നീട്ടിയാൽ മതി. തശ്തറു ബി ആയാത്തി, ബി ആയാത്തി. താ കഴിഞ്ഞിട്ട് താ കെസ്ര യാ മദ്ദുണ്ട്, 2 ഹർക്ക നീട്ടുക. ബി ആയാത്തി, ബി ആയാത്തി സമനൻ. അവിടെ ഒരു തൻവീൻ ഉണ്ട്. സമനൻ. തൻവീനിന് ശേഷം ഖാഫ് വന്നാൽ ഇഖ്ഫ ആണ്. ഖാഫിന്റെ മഖ്റജിൽ വെച്ചിട്ടാണ് നമ്മൾ ഇഖ്ഫ ചെയ്യേണ്ടത്. ഖാഫിന്റെ മഖ്റജിൽ വെച്ചിട്ട് ഇഖ്ഫ ചെയ്യുക. അപ്പൊ മണിക്കുകയും ചെയ്യാം. മറിച്ച് മണിക്കുക എന്നാണല്ലോ. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറിച്ച് മണിക്കുകയാണ്. ഇവിടെ മണിക്കുന്നത് ഖാഫിന്റെ മഖ്റജിൽ വെച്ചിട്ടാണെന്നേ ഉള്ളൂ. അപ്പൊ സമനം ഖലീല, സമനം ഖലീല. ഇത് ഖാഫ് ഹെവി ആയതുകൊണ്ട് ഇവിടെ ഇഖ്ഫ ഹെവിയാണ്, ഹെവി ഇഖ്ഫ ആണ്. അപ്പൊ സമനം ഖലീല, ഖലീലൻ. പിന്നെ ഇവിടെ ലാമിന്റെ മുകളിൽ എന്തുണ്ട്? തൻവീൻ ഉണ്ട്. കഴിഞ്ഞിട്ട് വാവാണ്. അപ്പൊ തൻവീനിന് ശേഷം വാവ് വന്നാല് എന്താണെന്ന് വെച്ചാല് ഇദ്ഗാമാണ്. ഇദ്ഗാം ബിയുന്ന, ഇദ്ഗാം ബിയുന്ന. മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക, മണിച്ചുകൊണ്ട് വാവിലേക്ക് ലയിപ്പിക്കുക. നൂനിന്റെ സൗണ്ടിനെ മണിച്ചുകൊണ്ട് വാവിലേക്ക് ലയിപ്പിക്കുക. അപ്പൊ ഖലീലം വ, ഖലീലം വ, വ ഇയ്യായ, വ ഇയ്യായ, ഇയ്യായ. യാക്ക് പത്തയാണത്. വ ഇയ്യായ ഫത്തഖൂൻ. ഫത്തഖൂനി എന്നുള്ളത് കിസ്റയാകുമ്പോ നിർത്തുന്ന സമയത്ത് സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുക. ഫത്തഖൂൻ. ക്ലിയർ അല്ലേ സുമ ടീച്ചറെ? ക്ലിയർ ആണ് ടീച്ചർ, ക്ലിയർ ആണ്. ഓക്കെ. ഇനി അടുത്ത ആയ 42-ാമത്തെ ആയാല് വല, വല തൽബസു. തൽ, അല് എന്ത് ചെയ്യാ? കുറച്ച് സമയം കൊടുക്കണ്ടേ, ഒരുപാട് സമയം കൊടുക്കണ്ട, ഒരു മിഡിൽ സമയം കൊടുക്കേണ്ട ലെറ്റർ ആണ് തൽ. തൽബിസു, വല തൽബിസു, തൽബിസുൽ ഹഖ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ വാവുണ്ടല്ലോ, ഈ വാവും ഈ ഹംസത്തുൽ വസിലും പ്രൊനൗൺസ് ചെയ്യൂല. ഹംസത്തുൽ വസിലിനെയും വാവിനെയും പ്രൊനൗൺസ് ചെയ്യൂല. എന്ത് ചെയ്യാ? സീനിന് സുക്കൂൻ ഇട്ടിട്ട് ലാം സുക്കൂനിലോട്ട്, സീനിന്റെ വമ്മയിൽ നിന്നും ലാം സുക്കൂനിലോട്ട് വരും. തൽബിസുൽ, തൽബിസുൽ, തൽബിസുൽ ഹഖ. ഈ ഹംസത്തുൽ വസിൽ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വാവ് പ്രൊനൗൺസ് ചെയ്യാത്തത്. ഹംസത്തുൽ വസിലിന്റെ, ഈ ഹംസത്തുൽ വസിൽ എന്ന് പറഞ്ഞാല് സ്വാദിന്റെ തലയുള്ള ഹംസക്കാണ് എന്ത് പറയാ? ഹംസത്തുൽ വസിൽ എന്ന് പറയുന്നത്. ഹംസത്തുൽ വസിലിന്റെ തൊട്ട് മുന്നിലുള്ള മദ്ദിനെ പ്രൊനൗൺസ് ചെയ്യൂല. അതേപോലെ തന്നെ ഹംസത്തുൽ വസില് വാക്കുകൾക്കിടയിലാണെങ്കിൽ അതും പ്രൊനൗൺസ് ചെയ്യും. അങ്ങനെ 2 എണ്ണം ഒഴിവാകും. ഒരു വാവുടെ ഒഴിവാകും, വാവുമത്ത് ഒഴിവാകും, ഹംസത്തുൽ വസിൽ ഒഴിവായിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? സീനിന് ലമ്മയിൽ നിന്നും ലാമിന്റെ സുക്കൂനിലോട്ട് വരും. തൽബിസുൽ ഹഖ, ഹഖ. ഖാഫ് 2 ഖാഫ് ഉണ്ട്. ഖാഫ് സുക്കൂൻ പ്ലസ് ഖാഫ് ഫതഹ. അതിനാണ് എന്ത് പറയുന്നത്? ശബ്ദ. ശബ്ദ എന്ന് പറഞ്ഞാൽ 2 ലെറ്റർ ആണ്. ശബ്ദ മീൻസ് 2 letters. ഫസ്റ്റ് ലെറ്റർ സുക്കൂൻ ആയിരിക്കും, സെക്കൻഡ് ലെറ്റർ ഹർക്ക ആയിരിക്കും. ഇവിടെ ഫതഹ ആയതുകൊണ്ട് സെക്കൻഡ് ലെറ്റർ, സെക്കൻഡ് ഖാഫിന് ഫതഹയാണ്. ഹഖ, ഹഖ ബിൽ ബാത്തിലി, ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ. അവിടെ തന്നെ ഇവിടെ എന്ത് ചെയ്യല? ഈ വാവിനെയും ഹംസത്തുൽ വസിലിനെയും ഒന്നും പ്രൊനൗൺസ് ചെയ്യൂല. തക്തുമുൽ. കാഫിന് സുക്കൂൻ ഇട്ട് വരുന്ന സമയത്ത് ഒരല്പം കാറ്റ് പുറത്താക്കിയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. തെക്, തക്തുമുൽ. തോനെ വരാൻ പാടില്ല, സീനിന്റെ ഒന്നും മാതിരി വരാൻ പാടില്ല, ഒരു ഇത്തിരി. തെക്, തക്തുമുൽ ഹഖ വഅൻതും, വഅൻതും. ഇവിടെ നൂൻ സുക്കൂൻ ഉണ്ട്. സാക്കിനായ നൂനോ തൻവീനോ എവിടെ കണ്ടാലും എന്തുണ്ടാവും? തജ്വീദിന്റെ ഒരു റൂൾ നിർബന്ധമായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ സാക്കിനായ നൂനാണ്. ഹംസ കഴിഞ്ഞിട്ട് ആ, ഹംസ കഴിഞ്ഞിട്ട് നൂൻ സുക്കൂനാണ്, കഴിഞ്ഞിട്ട് തായാണ് വന്നത്. വഅൻതും, വഅൻതും. എന്ത് ചെയ്യുക? ഇഖ്ഫ ആണ്, എവിടെയും തൊടാണ്ട് മണിക്കുക, എന്നിട്ട് തായെ പ്രൊനൗൺസ് ചെയ്യുക. വഅൻതും തഅലമൂൻ, വഅൻതും തഅലമൂൻ. ഇനിയുള്ള ആയകളിലൊന്നും കൂടുതൽ
തജ്വീദിന്റെ റൂൾ അങ്ങനെയല്ല. അപ്പൊ ഇവിടെ എങ്ങനെ തന്നെ ഉണ്ട്, വാവിനെ പ്രൊനൗൺസ് ചെയ്യൂല, ഹംസത്തുൽ വസിൽ പറ്റൂല, പറ്റുന്നില്ല, പ്രൊനൗൺസ് ചെയ്യണ്ട. ഒരു ലാമുണ്ട് അവിടെ, അതും പ്രൊനൗൺസ് ചെയ്യൂല. വാവ്, ഹംസത്തുൽ വസില്, സ്വാദിന്റെ കൂടെയുള്ള ലാമ്, ഇതൊന്നും പ്രൊനൗൺസ് ചെയ്യൂല. മീമിന് വമ്മ കഴിഞ്ഞിട്ട് സ്വാദിന്റെ ഫത്തയിലോട്ട് ഇങ്ങ് പോരും. ഓക്കെ, അപ്പൊ അവിടെ അങ്ങനെ തന്നെ വാവ് പ്രൊനൗൺസ് ചെയ്യൂല, ഹംസത്തുൽ വസിലില്ല, ലാമും താഴെ വമ്മയിൽ നിന്നും സായിലോട്ട് വരും. ഇവിടെ ഹംസത്തുൽ വസിലുണ്ട്, അതിന് ഈ റാ ഉണ്ടല്ലോ, റാ സുക്കൂൻ. റാ ഫതഹയാണെങ്കിലും ലമ്മയാണെങ്കിലും, റാക്കല്ല, റാ ഫതഹ ലമ്മയാണെങ്കിൽ എന്താണ്, റാ ഹെവിയാണ്. റാ എന്നുള്ള ലെറ്ററിന് ഫതഹ വന്നാലും ലമ്മ വന്നാലും എന്താണ്, റാ ഹെവി റായാണ്. പക്ഷെ സുക്കൂന് വന്നു കഴിയുമ്പം നമ്മൾ നോക്കണം, ഹെവി ആണോ ലൈറ്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് തൊട്ട് പിറകിലുള്ള അക്ഷരത്തിന് നോക്കിയിട്ടാണ്. അപ്പൊ തൊട്ട് പിറകിലുള്ള അക്ഷരത്തിന് ഇവിടെ വാവാണ്. ഏതെങ്കിലും അക്ഷരം, എനി ലെറ്റർ ഏതായാലും വേണ്ടിയില്ല, അതിന് ഫതഹയോ ലമ്മയോ ആണെങ്കിൽ ആ റാ എന്തായിരിക്കും, ഹെവി ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ വാവ് സെപ്പറേറ്റ് സാധനം കേട്ടോ, കൂട്ടി യോജിപ്പിക്കാൻ എന്ന് പറഞ്ഞാല് ആൻഡ് പറയാനുള്ള വാവാണ്. ഇർക്കഊൽ പെട്ടതല്ല, അല്ല, ഇത് ഈ ഒരു സംഭവത്തിന്റെ കൂടെ ഉള്ളതല്ല വാവ്. അതുകൊണ്ടാണ് അതിന്റെ ഇടയ്ക്കൊരു ഹംസത്തുൽ വസിൽ വന്നത്. ആൻഡ് ആണ്. രണ്ട് റാ ഉണ്ട്, റാ ഫതഹ പ്ലസ് റാ സുക്കൂൻ പ്ലസ് റാ ഫതഹ. മനസ്സിലായില്ലേ സുമേരിച്ചേ? ഓക്കെ ടീച്ചർ. ആ കഴിഞ്ഞിട്ട് ഒരു എന്താണെന്ന് വെച്ചാല് ഇത് ഫിയൽ അംർ എന്ന് അറിയും, കൽപ്പനക്രിയ. മനസ്സിലായില്ലേ? ക്രിയയുടെ കൽപ്പനയാണത്. നിങ്ങൾ റുക്കൂ ചെയ്യൂ അത് പറയുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ സുക്കൂൻ കൊണ്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ സുക്കൂന് കൊണ്ട് തുടങ്ങിയാൽ അതിന്റെ തൊട്ട ബാക്കിൽ എന്ത് വരും, ഒരു ഹംസത്തുൽ വസിൽ വരും. കാരണം സുക്കൂനിട്ട അക്ഷരം എന്ത് ചെയ്യൂല, അറബിയിൽ പ്രൊനൗൺസ് ചെയ്യൂല. അറബി ഭാഷയില് സുക്കൂനിട്ടിട്ട് ഒരു അക്ഷരം പ്രൊനൗൺസ് ചെയ്യൂല. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, ഒരു ഹംസത്തുൽ വസിൽ അതിന്റെ അടുത്ത് വന്നത്. ആ റാ ഹെവിയാണ്, നമുക്ക് പാരായണം ചെയ്യുന്ന സമയത്ത് ആ റാ ഹെവി റായാണ്. ഓക്കെ, ഇനി അടുത്ത ആയ നമ്പർ 44 ആണ്. 44 എന്താ പറഞ്ഞത്, മുറൂന. ഇവിടെ ഒരു ഹംസ ഉണ്ട്, താ കഴിഞ്ഞിട്ട് ഹംസക്ക് സുക്കൂൻ ഉണ്ട്. ഹംസ സുക്കൂൻ ഇട്ട് വന്നാൽ കട്ട് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യണം. അതിന്റെ പേര് തന്നെ എന്താണ്, ഹംസത്തുൽ ഖത്താ എന്നാണ്. ഹംസത്തുൽ ഖത്താ. അപ്പൊ അതിനെന്ത് ചെയ്യാ, കട്ട് ചെയ്തിട്ട് മുറൂന, മുറൂനന്നാസ. ഓക്കെ, ഇവിടെ ഈ ഹംസത്തുൽ വസലിനെയും ലാമിനെയും പ്രൊനൗൺസ് ചെയ്യാണ്ട് മുറൂന, നൂനിന്റെ ഫതഹ കഴിഞ്ഞിട്ട് ഈ നൂനിലോട്ട് അങ്ങ് വരിക, മുറൂനന്നാസ. നൂനിനെ മണിക്കുക, ശബ്ദം ഉള്ളതിനോണ്ട് 2 കൗണ്ട് മണിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അന്നാസ, മുറൂനന്നാസ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അന്നാസ എന്ന് വരും. അന്നാസ. മിക്സ് ചെയ്ത് ഓതുന്ന സമയത്ത്, കൂട്ടി ഓതുന്ന സമയത്ത് മുറൂന കഴിഞ്ഞാല് മുറൂനന്നാസ, അവിടെ പറയൂല. മുറൂനന്നാസ ബിൽ ബിർരി, ലൈറ്റ് റായാണ്. ബിൽ ബിർരി
വതൻസൗന ഇവിടെ നൂനിന് സുക്കൂനുണ്ട്. സാക്കിന നൂനിന് ശേഷം സീന് വന്നു കഴിഞ്ഞാൽ ആണ്. അവിടെയും തൊടാണ്ട് മണിക്കുക. ഓക്കെ. വതൻസൗന അംഫുസക്കും അംഫു ഇവിടെ നൂനിന് സുക്കൂനുണ്ട്. കഴിഞ്ഞിട്ട് ഫായാണ് വന്നത്. അപ്പൊ ഫായും ആണ്. ഫാടെ സംബന്ധിച്ചിടത്തോളം ഫായുടെ മഖ്റജിൽ വെച്ചിട്ടാണ് മണിക്കേണ്ടത്. ഫാന്റെ മഖ്റജിൽ വെച്ചിട്ടാണ് മണിക്കേണ്ടത്. മുകളിലത്തെ പല്ല് താഴത്തെ ചുണ്ടില് മുട്ടിച്ചിട്ടാണ് ഫാ പറയുക. നമ്മൾ പണ്ട് മദ്രസ പഠിച്ചപ്പോ വാവ് പറഞ്ഞില്ലേ, വാ വാന്ന്, അതേപോലെയാണ് ഫായുടെ മഹറജാണ്. വാവിന്റെ മഹറജ് രണ്ട് ചുണ്ടും റൗണ്ട് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ടാക്കിയിട്ടാണ് വാവ്. ഓക്കെ. നമ്മൾ പണ്ട് പറഞ്ഞ വാവിന്റെ മഹറജ് ഫായുടെ മഹറജാണ്. അംഫുസക്കും വ അൻതും ഇവിടെ നൂനുണ്ട്. സാക്കിന നൂനിന് ശേഷം വന്നത് തായാണ്. അപ്പൊ എവിടെയും തൊടിക്കാണ്ട്, മഹറജിൽ എവിടെയും തൊടിക്കാണ്ട് മണിക്കുക. ആണ്. വ അൻതും തത്ലൂന. ഇവിടെ താക്ക് സുക്കൂൻ ഇട്ടാ ലേശം നമ്മള് നേരത്തെ കാഫിനെ കൊണ്ട് പറഞ്ഞ മാതിരി ഈ തായും എന്താണ് സുക്കൂൻ ഇടുമ്പോ കുറച്ച് കാറ്റ് പുറത്തു വരും, ഒരുപാട് വരൂല. തത്ലൂനൽ കിതാബ്. ഇവിടെ ഈ ബാ അൽക്കലയിട്ട് ഇവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. അവിടെ ഒരു ജീമുണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇട്ടാലും കൂട്ടി എഴുതിയാലും സെയിം ഇഫക്റ്റ് ആണ്. ഒരു പുണ്യവും കൂടുതലും കുറവുമില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാം. അപ്പൊ കിതാബ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് ഇത് ബ കൽക്കലയാവും. അബ് കിതാബ്. തത്ലൂനൽ കിതാബ്. അഫലാ താഖിലൂൻ. നിങ്ങള് ഓക്കെ. ഫലാ താഖിലൂൻ. ഇനി 45 നമ്പർ 45. ഇവിടെ വാവ് ആണ്. വാവ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാവ് ഇതിൽ പെട്ടതല്ല കേട്ടോ, ഈ ഇസ്തഈനുവിൽ പെട്ടതല്ല. വാവ് ആൻഡ് തന്നെയാണ്. വാവ് ആൻഡ് ആണ്. ഇസ്തഈനു അല്ലെങ്കിൽ വാവ് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ വസ്തഈനു ബിസ്സബ്രി. ഹെവിയാണ്, എക്സ്ട്രാ ഹെവിയാണ്. ബിസ്സബ്രി വസ്സലാഹ്. ഇവിടെ താ മർബൂത്തയാണ്. നിറം കെട്ടുള്ള താക്കാണ് എന്ത് പറയാ, താ മർബൂത്ത പറയാ. ഇതിനെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇവിടെയും ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള അടയാളുണ്ട്. മുകളില് നമ്മൾ ഖുറാനിൽ നോക്കുന്നുണ്ടല്ലേ, അവിടെ ഒരു ജീമ് കാണുന്നുണ്ടാവുമല്ലോ അല്ലെ. ആ ഒരു ജീമില് നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ സ്റ്റോപ്പ് ഇടാം. ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിനും കൂട്ടി ഓതുകയാണെങ്കിൽ 2 ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഒന്നിനും ഫദ്ല് കൂടുതലില്ല. അപ്പൊ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെങ്കിൽ എന്ത് ചെയ്യാ, ഹാക്ക് സുക്കൂൻ ഇട്ടിട്ടാണ് അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുക. താമർബൂത്തയില് എന്റെ വഖഫ് ചെയ്യുമ്പം ഹാ സുക്കൂനിലാണ് എന്റെ ചെയ്യുക. ഓക്കെ. സ്വലവാത്ത് എന്ന് വായിക്കരുത്. ഈ വാവുണ്ടല്ലോ, ഈ വാവിന്റെ മുകളിൽ ഒരു അലിഫ് സഗീറ ഉണ്ട്, അതാണ് പ്രൊനൗൺസ് ചെയ്യുക. അവിടെ വാവ് പ്രൊനൗൺസ് ചെയ്യൂല. സ്വലവാ പറയരുത്. ഓക്കെ. വ ഇന്നഹ നൂനിന് ശബ്ദയാണ് മണിക്കുക. വ ഇന്നഹ ലകബീറത്തുൻ. ഇവിടെ ഒരു തൻവീൻ ഉണ്ട്. തൻവീനു ശേഷം വന്നത് ഹംസയാണ്. അപ്പൊ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ഹംസ അല്ലെങ്കിൽ തൊണ്ടയുടെ ഏതക്ഷരം വന്നാലും വെളിവാക്കും. തൻവീനിലുള്ള നൂനിനെ വെളിവാക്കിയിട്ട് പ്രൊനൗൺസ് ചെയ്യും. ലകബീറത്തുൻ ഇല. മണിക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ മണിക്കലില്ല. ഇവിടെ എന്ത് ചെയ്യാണ്, നൂനിനെ വെളിവാക്കിയ ഇൽഹാർ എന്ന് പറയും. ഇൽഹാർ. സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങളായ ഹംസ, ഹ, ഐൻ, ഹ,
ഗൈൻ ഹ. ഇതേത് വന്നാലും നമ്മള് നൂനിന്റെ സൗണ്ടിനെ വെളിവാക്കിയിട്ട് പ്രൊനൗൺസ് ചെയ്യും. ഇൽഹാർ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? ലകബീറത്തുൻ ഇല്ല, ലകബീറത്തുൻ ഇല്ല അലൽ ഖാശിഈൻ, അലൽ ഖാശിഈൻ. ഓക്കെ. ഇപ്പൊ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ കഴിഞ്ഞു. 6 ആയ വിചാരിച്ചിരുന്നു, പക്ഷെ 5 ആയക്കേ സമയം ഉണ്ടാവും. നമുക്ക് കുറച്ച് അതിന്റെ മീനിങ് ഒക്കെ ഒന്ന് നോക്കുകയും ചെയ്യാലോ. ഓക്കെ. ടീച്ചർ ഒരു മിനിറ്റ്, മഹ്റജിൽ വെച്ച് നമ്മൾ ഉച്ചരിക്കേണ്ട ഇഫ്ഫാ ഏതൊക്കെ അക്ഷരങ്ങളാണ് ടീച്ചർ അന്ന് പറഞ്ഞിരുന്നേ? അതെ, നാവിന്റെ തുമ്പും മുകളിലത്തെ പല്ലും കൂടി യൂസ് ചെയ്യുന്ന 3 അക്ഷരങ്ങൾ. അങ്ങനെ ഓർത്ത് വെച്ചാൽ ഞങ്ങൾക്ക് എളുപ്പം കിട്ടും. നാവിന്റെ തുമ്പും മുകളിലത്തെ അതൊക്കെ ടീച്ചർ. പിന്നെ നൂന്, പിന്നെ കാഫ് അല്ല, സാ എഴുതുന്നത് നന്നാകുന്നില്ലല്ലേ? ടീച്ചർ പറഞ്ഞിരുന്നാലും മതി, സാ അല്ലേ? സായുണ്ട്, ദാലുണ്ട്, ഈ 3 അക്ഷരം, 3 എണ്ണം അതാണ്. പിന്നെ വന്നിട്ട് ഓഫ്, ഓഫ്, കാഫ്. ഈ 5 അക്ഷരാണ്. ഈ 5 അക്ഷരത്തിനെയും എഫ്ആ ചെയ്യുമ്പോൾ മഹ്റജിൽ വെച്ച് മണിച്ചുകൊണ്ടാണ് എഫ്ആ ചെയ്യുക. നേരത്തെ ഒന്ന് പറഞ്ഞതില് എനിക്ക് ഫ മഹ്റജിൽ വെച്ച് മടിക്കേണ്ടതാണെന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. ഇല്ല, ഇത് 3 ഇത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. നാവിന്റെ തുമ്പും മുൻപല്ലും കൂടി യൂസ് ചെയ്തിട്ട്, നാവിന്റെ തുമ്പ് മുൻപല്ലിന്റെ മുകളില് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ 3 അക്ഷരം പറയാ. പുള്ളിയുള്ള സായ അല്ലേ? പുള്ളിയുള്ള സാണ്ട്, ഇത് 1 ഹെവിയാണ്, മറ്റേ 2 ലൈറ്റ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഓഫ്, ഇതിങ്ങനെ മണിക്കാനാവും. ഇതിനിങ്ങനെ മണിക്കാൻ പറ്റുള്ളൂ. മണിക്കാനുള്ള എളുപ്പം ഇത് തന്നെയാണ്. ഓക്കെ. 5 അക്ഷരം അല്ലേ ടീച്ചറെ? 5 അക്ഷരാണ്. ടീച്ചറെ. ഇത് എല്ലാ കേസിലും എല്ലാരും ഒന്നും പറയൂല കേട്ടോ. റയർ തജ്വീദാണത്. നമ്മള് തജ്വീദ് 5 ആയുടെ തജ്വീദ് നമ്മള് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മള് തജ്വീദ് പഠിക്കുന്ന സമയത്ത് നമ്മള് തജ്വീദ് ആയാലും തഫ്സീർ ആയാലും ഒക്കെ നമ്മള് ഖുർആൻ ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം. പിന്നെ നമ്മൾ ഓതുന്ന സമയത്ത് നമുക്ക് അതിങ്ങനെ കിട്ടും. എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ദിവസമല്ലല്ലോ. ഈ തജ്വീദിന്റെ നിയമങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമം പഠിക്കുക, മദ്ദിന്റെ നിയമവും പഠിക്കുക. മദ്, ഹംസയുള്ള മദ് ആണ് കൂടുതൽ വരിക. ഈ 3 കാര്യം പഠിച്ചു കഴിഞ്ഞാല് എന്താണ്, ഒരുവിധം കാര്യങ്ങളൊക്കെ തജ്വീദിന്റെ റൂളുകളൊക്കെ അതിനുള്ളിൽ വരും. പിന്നെ അല്ലാതെ വരുന്നത് കുറച്ചേണ്ട, പിന്നെ അല്ലാത്തത് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മള് ഖുർആൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ഓതുന്ന സമയത്ത് ആ റൂൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഖുർആന്റെ എല്ലാ പേജിലുള്ള റൂളുകളാണിത്. നിങ്ങൾ ഏത് പേജ് എടുത്ത് മറിച്ച് നോക്കിയാലും അതെല്ലാം ഉണ്ടാവും ഈ സംഭവങ്ങള്. സാക്കിന, നൂന്, തൻവീന് ആൻഡ് മദ്. ഓക്കെ. മദ് മുൻഫസിൽ, മദ് മുത്തസിൽ. അപ്പൊ നമ്മള് തജ്വീദ് തീരെ അറിഞ്ഞൂടാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഖുർആൻ ഓപ്പൺ ചെയ്തിട്ട് ഇത് കേട്ട് കഴിഞ്ഞാല് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ നിങ്ങൾ അല്ലേ? അങ്ങനല്ലേ സുമയ്യ ടീച്ചറെ? അതെ ടീച്ചറെ. അതങ്ങ് പഠിക്കൂ, കേട്ടങ്ങ് പഠിക്കൂ. നമ്മൾ കുറെ പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാ ആയാലും നമ്മളത് പറയുന്നുണ്ട്. നമ്മൾ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് എല്ലാരും പഠിക്കണം, ആരും പഠിക്കാണ്ടായി പോകാൻ പാടില്ല. എല്ലാരും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഇതിന്റെ ചെറിയ മീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ 40-ാമത്തെ ആയ മുതല് ബനു ഇസ്രായേലിയരുടെ കാര്യമാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. സൂറ ബഖറയില് ബനു ഇസ്രായേലിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു 100ഓളം ആയാല് ഈ കാര്യമാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ഓക്കെ. അതിൽ 40-ാമത്തെ ആയ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ടിങ്. 40-ാമത്തെ ആയയില് അള്ളാഹു പറയുന്നത് യാ ബനി ഇസ്രായീൽ ഉദ്കുറു നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും വഇയ്യായ ഫർഹബൂൻ എന്ന് പറഞ്ഞാല്
ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളതായ എന്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവീൻ. എന്നോടുള്ള കരാറുകൾ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവീൻ. എന്നാൽ നിങ്ങളോടുള്ള കരാറ് ഞാൻ നിറവേറ്റുന്നതാണ്. ഓക്കെ, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുവീൻ. ഇത് ഇസ്രായേലിയരോടുള്ള ഒരു എന്താണ്, ഒരു വാഗ്ദാനാണ് അള്ളാഹു താലയുടെ. അപ്പൊ ഈ വാഗ്ദാനം എല്ലാവർക്കും ബാധകമാണ്, നമ്മൾക്ക് ഇത് ബാധകമാണ് അല്ലേ. നമ്മളോട് പറഞ്ഞ കാര്യങ്ങള് അള്ളാഹു താല എന്താണോ പറഞ്ഞത് അത് നമ്മൾ സ്വീകരിക്കുകയും എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് നമ്മൾ ഒഴിവാക്കുകയും ചെയ്താൽ നമ്മളോടുള്ള കരാറും അള്ളാഹു എന്ത് ചെയ്യും, പാലിക്കും. അതെല്ലാവർക്കും ബാധകമാണ്. ഇവിടെ പറഞ്ഞപ്പം ബനി ഇസ്രായേൽ വരിയരോടാണ് പറഞ്ഞത് എന്നേ ഉള്ളൂ. അതിന്റെ ബാക്കിയാണ് 41, ആയ നമ്പർ 41 അതിന്റെ ബാക്കിയാണ് പറയുന്നത്. വ ആമിനു, വ എന്ന് പറഞ്ഞാല് ആൻഡ്, നേരത്തെ പറഞ്ഞില്ലേ 40-ാമത്തെ ആയയില് എന്നോടുള്ള കരാറുകൾ നിറവേറ്റു എന്ന് പറഞ്ഞില്ലേ, അതും വ ആമിനു, നിങ്ങൾ വിശ്വസിക്കുവീൻ. ആമിനു ഇതൊരു എന്താണ്, കമന്റ് ആണ്. അമ്ര എന്ന് പറയും, ഫിൽ വേല അമ്രാണ്, ഓർഡർ ആണ്. നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവീൻ. എന്തിന്? ബിമാ അൻസൽത്തു, ബിമാ അൻസൽത്തു, ഏതെന്നാണോ ഞാൻ ഇറക്കിയത്, നാം ഇറക്കിയത് എന്ന് പറഞ്ഞാല് ഇവിടെ അൻസൽത്തു ആരാണ്? അള്ളാഹു താലയാണ് ഇറക്കിയത്. അപ്പൊ അള്ളാഹു താല ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിക്കുകയും എന്നാ പറയുന്നത്. എങ്ങനെയാണത്? എന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാല് മുസദ്ദിഖൻ, മുസദ്ദിഖൻ സത്യപ്പെടുത്തിക്കൊണ്ട്, മുസദ്ദിഖൻ ഇതിന് ഹാൽ എന്ന് പറയും. ഹാൽ, അതിന്റെ ഒരു അവസ്ഥ അതാണ്. സത്യപ്പെടുത്തിയും കൊണ്ടാണ് അത് ഇറക്കിയത്. ഏതിന്? ലിമാ മഅക്കും, നിങ്ങളുടെ കയ്യിലുള്ളതിന്. എന്ന് പറഞ്ഞാൽ കൂടെയാ. കൂടെ, കും നിങ്ങൾ, ലിമ ഏതൊന്നാണോ, നിങ്ങളുടെ കയ്യിൽ ഏതൊന്നാണോ ഉള്ളത് അതിനെ സത്യപ്പെടുത്തുന്ന. ഇവിടെ പറയുന്നത് ബിമാ അൻസൽത്ത, ഈ ഒരു വാക്ക് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ബിമാ അൻസൽത്തു എന്ന് പറഞ്ഞാൽ നാം ഇറക്കിയത് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ഇറക്കിയത് ഖുർആനാണ്. ഖുർആനെ പറ്റിയാണ് ആരോട് പറയുന്നത്? ബനു ഇസ്രായേലിയരോട് പറയാണ്. ഖുർആൻ അള്ളാഹു ഇറക്കിയതാണ്. എങ്ങനെയാണ് ഇറക്കിയത്? അവരുടെ വേദങ്ങളില്ലേ, ഇഞ്ചീല്, തൗറാത്ത്, ഈ വേദങ്ങളെ സത്യപ്പെടുത്തിയും കൊണ്ടാണ് അള്ളാഹു താല എന്തിറക്കിയത്? വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ആര് വിശ്വസിക്കണം? വേദക്കാര്, വേദത്തിന്റെ ആൾക്കാര്, വേദത്തിന്റെ അഹലുകാര് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും ജൂതന്മാരും. അവരെന്തിൽ വിശ്വസിക്കണം? വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാൻ പറയാ അവരോട്. ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും, അവരെ കയ്യിൽ വേദമുണ്ട്. ഈ മുസദ്ദിഖൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഈ പഴയ വേദങ്ങളിലൊക്കെ റസൂലിനെ പറ്റിയും ഖുർആനെ പറ്റിയും വേദങ്ങളിലുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ പഴയ മുൻകാല നബിമാരെ പറ്റി, എല്ലാ നബിമാരെ പറ്റിയും, അല്ല പേര് പറയപ്പെടുന്ന ഒരുപാട് നബിമാരെ പറ്റി, ബനു ഇസ്രായേലുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മൂസാ നബിയെ പറ്റിയും ഈസാ നബിയെ പറ്റിയൊക്കെ എന്ത് പറയുന്നുണ്ട്? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് മുസദ്ദിഖൻ എന്ന് പറഞ്ഞാല് അർത്ഥം, മീനിങ് ഉദ്ദേശിക്കുന്നത്. സത്യപ്പെടുത്തിയും കൊണ്ടാണ്. ഖുർആന് സത്യപ്പെടുത്തുന്നുണ്ട്, വേദങ്ങള് ഖുർആനെയും സത്യപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഈ എല്ലാ വേദങ്ങളും, ഖുർആൻ അടക്കം എല്ലാ വേദങ്ങളും ആരിൽ നിന്നുള്ളതാണ്? അള്ളാഹു താല ഇറക്കിയതാണ്. എല്ലാ വേദങ്ങളും ഇറക്കിയത് അള്ളാഹു താലാണ്. എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് തന്നെയാണ്. തൗഹീദും നമസ്കാരം, സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. പിന്നെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാല് അനുഷ്ഠാനങ്ങളില്. ഇപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് നമ്മളുടെ നമസ്കാരത്തിനേക്കാൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അവരെ നമസ്കാരത്തിന്. നോമ്പ് ഇങ്ങനെ ഈ അതിന്റെ പിന്നെ അനുഷ്ഠാനങ്ങളിൽ മാത്രമാണ് എന്തുണ്ടാകുക? വ്യത്യാസമുള്ളത്. കാലഘട്ടത്തിനനുസരിച്ച് പിന്നെ ഇഞ്ചിയിലും തൗറാത്തും ഒക്കെ ഓരോ പർട്ടിക്കുലർ കാലത്തേക്കാണ് അള്ളാഹു താല ഇറക്കിയത്. അതിൽ നിന്നുള്ള ഏറ്റവും എന്ന് പറഞ്ഞാല് ഫൈനൽ എഡീഷൻ ആയിട്ട് ഏറ്റവും അവസാനത്തതായിട്ട് എന്താ ഇറക്കിയത്? വിശുദ്ധ ഖുർആനാണ് ഇറക്കിയത്. അപ്പോൾ വിശുദ്ധ ഖുർആനെ ഇറക്കിയതോടുകൂടി മറ്റുള്ള വേദക്കാരും വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. മുഅ്മിനാണെങ്കിൽ, ഈമാൻ ഉണ്ടാവണമെങ്കിൽ മറ്റുള്ള വേദക്കാരും എന്തിൽ വിശ്വസിക്കണം? വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. മുസദ്ദിഖൻ ലിമാ മഅക്കും
വലാ തകൂനു നിങ്ങളാവരുത്. വല ഈ വ ആൻഡ് ആണ്. ലാ നെഗറ്റീവ് ആക്കാൻ വേണ്ടി, നഫി ചെയ്യാൻ വേണ്ടി, ഇല്ല എന്ന് പറയാൻ വേണ്ടി. വല തകൂനു നിങ്ങളാവരുത്, നിങ്ങളാവുകയും ചെയ്യരുത്. കാന തകൂനു നിങ്ങളാവരുത്. അവല കാഫിരിൻ ബിഹ്. അവല അവൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ, ഒന്നാമത്തെ. കാഫിർ കാഫിർ. ബിഹി അതിൽ. ബിഹി എന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുർആൻ. ഇവിടെ ഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. അപ്പൊ നിങ്ങൾ അതില് ആദ്യത്തെ അവിശ്വാസികളാകരുത്. ഒന്നാമതായി നിങ്ങള് അതിൽ അവിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഒന്നാമതായി അവിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമതായി അങ്ങനെ അവിശ്വസിക്കാം എന്നല്ല. ഏറ്റവും ആദ്യം നിങ്ങൾ എന്നെ അവിശ്വസിക്കരുത്. അതിന്റെ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാല് അവരെ കയ്യിൽ വേദമുണ്ട്. വേദത്തിൽ എന്തുണ്ട്? വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് വിശുദ്ധ ഖുർആന്റെ പ്രഥമ പ്രബോധിതർ എന്ന് പറഞ്ഞാല് ഖുറൈശികളാണ്. ഖുറൈശികളിൽപ്പെട്ട അറബികൾക്ക് എന്തില്ല? മുൻവേദങ്ങളിലായിട്ട് പരിചയമല്ല. വേദങ്ങളിൽ പരിചയമില്ലാത്തതാണ് അറബികള്. പക്ഷെ ജൂതന്മാരുമാണ് അവിടെ ഉള്ളത്. ജൂതന്മാരാണെങ്കിൽ അവർക്ക് എന്തുണ്ട്? അവരുടെ കയ്യിൽ വേദമുണ്ട്. വേദത്തില് ഈ കാര്യങ്ങളൊക്കെ, ഖുർആനിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പറഞ്ഞത്. അവർക്ക് അറിയുകയും ചെയ്യാം. അവർക്ക് അറിയാം ഖുർആനും അല്ലെ റസൂല് അള്ളാഹുവിന്റെ ദൂതനാണെന്നും വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്നും ഉറപ്പായിട്ടും അവർക്ക് അറിയാം. അത് ഖുർആനിൽ നമ്മള് സൂറ ബഖറയിൽ തന്നെ കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ നമ്മളത് പഠിക്കുകയും ചെയ്യും. പക്ഷെ അവരുടെ അഹങ്കാരം, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒരു ഇസാഖ് പരമ്പരയിൽപ്പെട്ട ആളല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? റസൂലിനെ അവര് അനുസരിക്കാൻ കൂട്ടാക്കാത്തത്, അല്ലെങ്കിൽ വിശ്വസിക്കാത്തത്. ഓരോ അഭിപ്രായത്തിൽ ഒരേക്കാൾ താഴ്ന്ന ഒരു വിഭാഗമായത് ആണ് എന്ന് ഒരു വിചാരിക്കുക. ജൂതന്മാരും ക്രിസ്ത്യാനികളും അങ്ങനെ വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധ ഖുർആനിലും റസൂലിലും അവര് വിശ്വസിക്കാത്ത അഹങ്കാരം കൊണ്ടാണ്, അസൂയ കൊണ്ടും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. വലാ തശ്തറു നിങ്ങള് എന്ത് ചെയ്യരുത്? വാങ്ങുകയും ചെയ്യരുത്. വാങ്ങുകയും, കച്ചവടത്തിനാണ് എന്ത് പറയാ? തശ്തറു കച്ചവടം ചെയ്യുന്നു, വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? തശ്തറു. വലാ തശ്താ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നുള്ള. ഇസ്തറ ആണ്. വലാ തശ്തറു നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. ബി ആയാത്തി എന്റെ ആയത്തുകൾക്ക്, അല്ലെങ്കിൽ എന്റെ വചനങ്ങൾക്ക്, സമനം ഖലീല തുച്ഛമായ വില. ഇവിടെയും തുച്ഛമായ വിലക്ക് വാങ്ങരുത് എന്ന് പറഞ്ഞാല് വലിയ വിലക്ക് വാങ്ങാൻ പറ്റുമോ? അതുമില്ല. വലിയ വില, ഇവിടെ തുച്ഛമായ വില എന്ന് പറഞ്ഞാല് ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് കിട്ടുന്ന ലാഭം എത്ര തന്നെ വലുതായാലും അത് ഖുർആനിൽ നിന്ന് കിട്ടുന്ന, അല്ലെ, ഖുർആന് നമുക്ക് എന്തിനാണ്? നമുക്ക് മരണശേഷം, അല്ലെ, നമുക്ക് ഭൂമിയിലുള്ള വിജയവും മരണശേഷമുള്ള വിജയവും ടോട്ടൽ വിജയത്തിനുള്ളതാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ അത്രയും പോരൂല. ഭൂമിയിൽ എന്ത് മെച്ചം ഇതിനെ കൊണ്ട് കിട്ടിയാലും അത് അത്രയും പോരൂല, അത്രയും ഉണ്ടാവൂല. അതുകൊണ്ടാണ് സമനം ഖലീല എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ വിറ്റ് നമുക്ക് എന്ത് കിട്ടിയാലും അതെന്തിനു തുല്യമാവൂല? ഖുർആനിന് തുല്യമാവൂല. സമനം ഖലീലൻ വ ഇയ്യായ ഫത്തഖൂ നിങ്ങൾ എന്നെ മാത്രം എന്ത് ചെയ്യാ? എന്നെ മാത്രം സൂക്ഷിക്കുക, എന്നെ മാത്രം ഭയപ്പെടുക, എന്നെ മാത്രം സൂക്ഷിക്കുക. അപ്പൊ ഈ ഒരു ആയ ജൂതന്മാരോടും അഹ്ലുൽ കിതാബുകാരോടാണ് പറഞ്ഞതെങ്കിലും ഈ ആയ എന്താണ്? എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അപ്പോ എന്താണെന്ന് വെച്ചാല് നമ്മള് വിശുദ്ധ ഏതെങ്കിലും ഒരു അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് നേടേണ്ട ഒരു അറിവ്, അത് നമ്മൾ നേടുക. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിലുള്ള അറിവ് നമ്മൾ നേടുക. നമ്മൾ നേടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതുകൊണ്ട് നമ്മൾ ക്യാഷ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കുക, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഭൂമിയിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഒരു കാര്യലാഭത്തിന് വേണ്ടി എന്ത് ചെയ്യുക? അത് യൂസ് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞ കാര്യം. മനസ്സിലായോ സുമയ ടീച്ചറെ? അപ്പൊ നമ്മളെ ഒക്കെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് നമ്മൾ അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ക്യാഷ് ഉണ്ടാക്കിയാൽ നമ്മൾ ഈ വിഭാഗത്തിൽ പെടാം. അതിന് ഇബ്നു കഥീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ച ഒരു കാര്യം എന്താ പറയുന്നത് വെച്ചാല്,
മതപരമായ അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ ഒരാൾ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിന് പ്രതിഫലം വാങ്ങാൻ പാടില്ല. പ്രതിഫലം വാങ്ങാൻ പാടില്ല. ഇപ്പൊ അയാൾക്ക് ജീവിതത്തിന് വേറെ മാർഗമില്ലെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്നാണ്. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളെ നാട്ടിലൊന്നും ബൈത്തുൽ മാലില്ല അല്ലേ? ഇസ്ലാമിക കൺട്രിയില് പണ്ടുണ്ടായിരുന്നു, റസൂലിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാല് പിന്നെ മൊത്തം പിന്നെ സക്കാത്തൊക്കെ പിരിച്ചിട്ടുള്ള സദക്കയൊക്കെ കിട്ടുന്നുള്ള ഒരു ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ടിൽ നിന്നാണ് ആർക്ക് കൊടുക്കേണ്ടത്? ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഫണ്ടിൽ നിന്ന് അവൈലബിൾ, നമുക്ക് അത് അവൈലബിൾ അല്ല, നമ്മളെ നാട്ടിൽ അത് അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് പറ്റും എങ്ങനെ? നമുക്ക് വേറൊരു മാർഗവും ജീവിക്കാനില്ല. ഈ ഒരു തൊഴിൽ അല്ലെങ്കിൽ നമ്മള് പിന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അറിവ് പഠിച്ചിട്ട് അത് പഠിപ്പിക്കാൻ നമ്മൾ തുനിയുകയും നമുക്ക് ആ കാരണത്താൽ വേറൊരു ജോലിക്ക് നമുക്ക് പോകാൻ പറ്റാത്ത ഈ അവസ്ഥ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് അതിൽ നിന്ന് പൈസ വാങ്ങാം, നമുക്ക് ജീവിക്കാനുള്ള പൈസ വാങ്ങുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണിത്. ഓക്കെ, ക്ലിയർ അല്ലേ? മൊത്തത്തില് ഇതിന്റെ മീനിങ് പറഞ്ഞാല് വേദക്കാരോടാണ് പറയുന്നത്, പക്ഷെ ഖുർആൻ വായിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. ആദ്യത്തെ ഭാഗം വേദക്കാരോട് തന്നെയാണ്. നിങ്ങളുടെ പക്കലുള്ള വേദങ്ങളെ ശരിവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനില് വിശ്വസിക്കണം. നിങ്ങളുടെ അടുത്ത് വേദമുണ്ട്, നിങ്ങൾക്ക് അറിയുകയും എന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആദ്യത്തെ കാഫിറാൻ പാടില്ല, ആദ്യം അതിനെ നിഷേധിക്കാൻ പാടില്ല. നിങ്ങൾ അതിനെ നിഷേധിക്കാനേ പാടില്ല. ആദ്യം നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനേ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വചനങ്ങൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല? ഭൗതിക നേട്ടത്തിന് വേണ്ടി അള്ളാഹുവിന്റെ വചനങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല, ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവർക്ക് ഈ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധ്യമാവും. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഈ മേലെ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ പാലിക്കാൻ കഴിയുള്ളൂ, അല്ലേ? അങ്ങനല്ലേ സുമേ ടീച്ചറെ? ടീച്ചറെ, അള്ളാഹുവിനെ മാത്രമല്ല നമ്മൾ ഭയപ്പെടുന്നതെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കഴിയല്ല. ഓക്കെ, ഇനി അടുത്ത ഇതില് സംശയമൊന്നുമില്ലല്ലോ? ഒക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി അടുത്ത ആയല് എന്താ പറഞ്ഞത്? വല തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി. തൽബിസു എന്ന് പറഞ്ഞാൽ കൂട്ടിക്കുഴയ്ക്കുക, മിക്സ് ചെയ്യുക. എന്തൊക്കെ കൂടി? അൽ ഹഖ സത്യവും, അൽ ബാത്തില സത്യവും അസത്യവും കൂടി കൂട്ടിക്കുഴയ്ക്കുക. വല എന്ന് ഞങ്ങൾ ചെയ്യരുത് ആരോടായി പറയുന്നത്? ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടാണ് പറയുന്നത്. പക്ഷെ ഈ കാര്യം നമുക്കും ബാധകമാണ്. വല തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ കതമ എന്ന് പറഞ്ഞാല് മറച്ചിക്ക, ഒളിപ്പിച്ചിക്ക. വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. അപ്പൊ ഇതിന്റെ മൊത്തം മീനിങ് അറിഞ്ഞുകൊണ്ട് സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തുകയും സത്യം മറച്ചു വെക്കുകയും ചെയ്യരുത്. അതാണ് അല്ലാഹു തആല പറയുന്നത്. അറിഞ്ഞുകൊണ്ട് നമ്മള് സത്യം മറച്ചു വെക്കുകയോ സത്യവും അസത്യവും കൂടി കൂട്ടിക്കുഴച്ചിട്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിന്റെ ഒരു വിശദീകരണത്തില് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇവിടെ ഉണ്ടല്ലോ ഹക്കും ബാത്തിലും കൂടിയും കൂട്ടിക്കുഴയ്ക്കാന്ന് പറയുന്നത്, അത് കുറച്ചൊക്കെ അറിവുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പണ്ഡിതന്മാരല്ല പുരോഹിതന്മാര് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? മൊത്തം മറിച്ച് വെച്ചാൽ അവരോട് നടക്കൂല അല്ലെ? അവർക്ക് കുറച്ചൊക്കെ അറിവുണ്ടാവും, പക്ഷെ കംപ്ലീറ്റ് അറിവുണ്ടാകില്ല. അത്തരം ആളുകളെ പറ്റിക്കാൻ വേണ്ടി, അത്തരം ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പുരോഹിതന്മാർ യൂസ് ചെയ്യുന്ന രീതിയാണ് എന്ത്? ഹക്കും ബാത്തിലും കൂടി കൂട്ടിക്കുഴച്ചാള്. ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാവാണ്ടായി പോവാ മനുഷ്യന്മാർക്ക്. പല ആൾക്കാരും പല പണ്ഡിതന്മാരും പലതും പറയുമ്പോൾ നമുക്കിത് മനസ്സിലാവൂല. നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യൂല? കാര്യം മനസ്സിലാവാണ്ട് നമ്മൾക്ക് കൺഫ്യൂഷൻ ആയി പോകും.
അതാണോ ഓക്കെ. ശരി, ഇതാണോ ശരി എന്നുള്ള ഒരു രീതിയിലേക്ക് ആയിപ്പോവും. അങ്ങനെ ഒരിക്കലും ആക്കാൻ പാടില്ല. ആരാക്കരുത്? പണ്ഡിതന്മാർ, ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരില്ലേ, പ്രബോധനം നടത്തുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അപ്പം ബാത്തിൽ ഈ ഈ ആയ അവതരിച്ചത് പിന്നെ വേദപുരോഹിതന്മാരെ കൊണ്ടാണല്ലോ. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ചാല് അവരിലുള്ള ആൾക്കാർക്ക് കുറച്ചൊക്കെ അറിയുണ്ടാവും. വേദം കിട്ടിയ ആൾക്കാര് അവരെ അനുയായികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വേദത്തിൽ കുറച്ചൊക്കെ അറിവുണ്ടാവും. അപ്പൊ ഓരെ പറ്റിക്കാൻ അവരെന്ത് ചെയ്യുക? ഹക്കും ബാത്തിലും കൂടി ഈ കാര്യം ചെയ്യുന്നത് വിശുദ്ധ ഖുർആനെ കൊണ്ടാട്ടോ. വേദക്കാര് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഖുർആനിനെ ആൾക്കാർ റസൂലിനെ പിൻപറ്റുന്നതിൽ നിന്നും ഖുർആനെ ഫോളോ ചെയ്യുന്നതിൽ നിന്നും ജനങ്ങളെ മാറ്റിക്കളയാൻ, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ചെയ്യുന്ന ഒരു പണിയായത്. അപ്പം വേദക്കാർക്ക് കുറച്ചൊരു അറിവുണ്ടാവുമല്ലോ, അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുക? ഹക്കും ബാത്തിൽ കൂടി കൂട്ടിക്കുവച്ചിട്ടുള്ള കൺഫ്യൂഷൻ ആക്കുക. അതാണോ ശരി, ഇതാണോ ശരി എന്നുള്ളത് തീരുമാനിക്കാനുണ്ടായത്. പിന്നെ അവിടെ ഉള്ളത് ബാക്കിയുള്ള അറബികളാണ്. അറബികൾക്ക് എന്തില്ല? വേദത്തെ പറ്റി യാതൊരു അറിവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പറ്റിക്കാൻ എന്ത് ചെയ്യുക? മൂടി വെക്കുക, കാര്യങ്ങളൊക്കെ മൂടി വെക്കുക. ഇങ്ങനെയാണ് പണ്ടുള്ള ആൾക്കാര്, പണ്ടുള്ള പുരോഹിതന്മാര് ചെയ്തത്. ഈ കാര്യം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പല വിഭാഗങ്ങളും പിന്നെ എന്താണ് ആൾക്കാരും ശരിക്കും അതിലുള്ള സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നസെന്റ് ആയിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പുരോഹിതന്മാരെന്താണോ പറയുന്നത് അവരതനുസരിക്കും. കാരണം അവർ വിചാരിക്കുന്നത് ഒരിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അൻതും അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. പറയാണ്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാരെ പറ്റിച്ചാൽ പിന്നെ ഒരു ഇതുണ്ട്, അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് പിന്നെയും പറഞ്ഞേക്കാം. പക്ഷെ നന്നായി അറിഞ്ഞുകൊണ്ട്, ഈ ജൂതന്മാർക്ക് നല്ലോണം അറിയുന്നത് വിശുദ്ധ ഖുർആനും നെയും റസൂലിനെയും ഒക്കെ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അറിഞ്ഞോണ്ട് അവരെന്ത് ചെയ്യുന്നത്? ഈ ആളുകളെ അതിൽ നിന്നും തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതാണ് അള്ളാഹു പ്രത്യേകമായിട്ട് പറയുന്നതാണ്. അപ്പോ ഇതാണ് ഇതിനെ പറ്റിയൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാല്, ഓക്കെ, ക്ലിയർ അല്ലേ? സത്യവും അസത്യവും കൂടി കൂട്ടിക്കുഴച്ച ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കരുത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുക നിൽക്കുക, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമുക്കറിയാം അത് ഹറാമാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എതിർക്കണം. നമ്മൾ എന്ത് ചെയ്യണം? അത് ശരിയല്ല എന്നുള്ളത് പറയണം. കേൾക്കുകയോ ഇല്ലേ എന്നുള്ളത് കേൾക്കുന്നവർക്ക് അനുസരിച്ചിരിക്കും. പറയല് മാത്രമാണ് ആൾക്കാരുടെ ഉത്തരവാദിത്വം. അത് നമ്മൾ പറയണം. സത്യം നമ്മൾ തുറന്ന് പറയണം. സത്യത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാല് സത്യം മൂടി വെക്കരുത്. നമ്മളെ കൂട്ടത്തിൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? സത്യത്തിനെ മൂടി വെക്കാൻ പാടില്ല. സത്യം മൂടി വെക്കരുത്. കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക. പിന്നെ വേറൊരു കാര്യം, നമുക്ക് അറിയാത്ത കാര്യം പറയാൻ പാടില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൺഫ്യൂഷൻ ആവും. പറയുന്ന സമയത്തേക്ക് നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി കൂടുതൽ ചോദ്യം വരുമ്പോൾ നമുക്ക് അതിന് ഉത്തരം പറയാനുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താവും? ആൾക്കാർ കൺഫ്യൂഷൻ ആവും. അങ്ങനെയുള്ളത് നമ്മൾ പറയാൻ പാടില്ല. അറിഞ്ഞില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാ മതി. അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറ്റമില്ല. ക്ലിയർ? അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അറിയുന്ന കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അറിയാത്ത കാര്യമാണെങ്കിൽ മിണ്ടാണ്ട് നിൽക്കുക. ഇനി നെക്സ്റ്റ് ആയ ഇത് രണ്ടും അല്ലെ? ഇത് രണ്ടും ഇപ്പൊ പറയുന്നത് ആരോടാണെന്ന് വെച്ചാൽ വേദക്കാരോടാണ് ഇത് പറയുന്നത്. ബനു ഇസ്രായേലിയരോടാണ് അള്ളാഹു പറയുന്നത്. നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ തന്നെ പറഞ്ഞിട്ട് നമ്മളോട് വീണ്ടും പറയുകയും ചെയ്യും. കുറച്ച് അങ്ങോട്ട് എത്തുന്ന സമയത്ത് നമ്മളിപ്പോ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ എല്ലാ വേദങ്ങളിലും എല്ലാ നബിമാർക്കും എല്ലാ സമൂഹത്തിനും എന്തുണ്ടായിരുന്നു? നമസ്കാരം ഉണ്ടായിരുന്നു. നമസ്കാരവും സക്കാത്തും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ രൂപങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. രൂപങ്ങള് കുറെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, പക്ഷെ ആ സംഭവം ഉണ്ട്. അപ്പൊ ഇവിടെ ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ കാര്യം എന്താന്ന് വെച്ചാല്,
വേദക്കാര് നമസ്കാരം നിറവേറ്റിയിരുന്നില്ല എന്ന് തന്നല്ല, നാമമാത്രമായ രീതിയിലാണ് പിന്നീട് അല്ലെ, ഏത് നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ തന്നെ അല്ലേ, തുടക്കത്തിൽ റസൂലിന്റെ കാലത്തുള്ള ആൾക്കാരെക്കാൾ അല്ലെ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു കാലം കഴിയുന്നതിനനുസരിച്ച് ഈമാൻ കുറഞ്ഞു വരിക. അങ്ങനെ വരുന്ന സമയത്ത് നമസ്കാരത്തിൽ നമ്മൾ ചെല്ലുന്ന ദിക്റിന്റെയും ദുആകളുടെയും അർത്ഥങ്ങൾ അറിഞ്ഞ് ഈ ശരിക്കും ഒരു സ്വൈലയാണിത്, കണക്ഷനാണ് എന്തുമായിട്ട് അള്ളാഹു നമ്മളുള്ള ഒരു കണക്ഷനാണ് എന്ത് നമസ്കാരം. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമസ്കാരം കൊണ്ട് കണ്ട അള്ളാഹു പറഞ്ഞ എല്ലാ മെച്ചങ്ങളും നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ആശ്വാസം സമാധാനം ഉണ്ടാവും, ആവശ്യമില്ലാത്ത ടെൻഷനുകളെ നമ്മളെ ബാധിക്കൂല, നമുക്ക് നല്ല കാര്യം ചെയ്യാനുള്ള ഒരു ആഗ്രഹം അല്ലെ, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഒരു മോട്ടിവേഷനാണ് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ. മോശം കാര്യങ്ങളിൽ നിന്ന് വിട്ട് നിൽക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, മോശം കാര്യം നമുക്ക് ചെയ്യാൻ തോന്നൂല. അപ്പൊ അങ്ങനൊക്കെ നമ്മളെ മനസ്സില് നമസ്കാരം കൊണ്ടൊരു ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ല നമസ്കാരം, അതാണ് കറക്റ്റ് നമസ്കാരം. അല്ലാതെ വെറുതെ നമസ്കരിച്ചിട്ട് അല്ലെ പിന്നെ ബാഹ്യമായ അല്ലെ രൂപത്തിലുള്ള നമസ്കാരം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വൈല എന്ന് പറഞ്ഞാൽ കണക്ഷനാണ്, നമ്മളും അള്ളാഹും തമ്മിലുള്ള കണക്ഷനാണ്. അപ്പൊ കണക്ഷൻ അത് അങ്ങനെ തന്നെ ചെയ്യാനാണ് പറഞ്ഞത്. എല്ലാ സമൂഹത്തിനും ഉള്ള ഒരു കാര്യമാണ്, ഒരു ആരാധനയാണ് നമസ്കാരം. അപ്പൊ ജൂതന്മാർക്ക് നമസ്കാരമുണ്ട്, ജക്കാത്ത് ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് എന്ന് പറഞ്ഞാല് നമ്മളുടെ സ്വത്ത് അല്ലെങ്കിൽ നമ്മളെ മുതല് ശുദ്ധിയാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ശുദ്ധിയാക്കുന്ന ഒരു സംഭവമാണ് ജക്കാത്ത്. ജക്കാത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കുക ഇല്ലേ, പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല അത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ ചെലവാക്കുന്നത്, നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും വേണ്ട രീതിയിൽ അവര് നിർവഹിച്ചില്ല. അതുകൊണ്ടാണ് വീണ്ടും വിശുദ്ധ ഖുർആനിലും അവർക്ക് ഇങ്ങനെ ഒരു കാര്യം ഒരു അമ്ര് അല്ലെ, ഒരു കൽപ്പന അവർക്ക് വരാൻ കാരണം അവരെ വേദഗ്രന്ഥം ഫോളോ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, വേണ്ട രീതിയിൽ രണ്ട് കാര്യങ്ങളും നിർവഹിച്ചില്ല. ഓക്കെ, അതേപോലെ തന്നെ റുക്കൂ ചെയ്യാന്ന് പറഞ്ഞാല് നമസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് റുക്കൂ. നമസ്കാരം എന്ന് പറയുന്ന സമയത്ത് നിൽപ്പ് ഇഖാമ പറയും, സുജൂദ് പറയും, വസ്ജുദു പറയും. അതേപോലെ തന്നെയുള്ള ഒരു പ്രയോഗമാണ് നമസ്കാരത്തിലെ ഒരു പ്രവർത്തനമാണ് റുക്കൂ. അതുകൊണ്ടാണ് എങ്ങനെ റുക്കൂ ചെയ്യാനാ പറഞ്ഞത്, എന്ന് പറഞ്ഞാല് നമസ്കാരം കൂട്ടായിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉത്തരവാണത്. എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ കൂടെ റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ അല്ലെങ്കിൽ കുമ്പിടുന്നവരുടെ കൂടെ നിങ്ങൾ കുമ്പിടുക എന്ന് പറഞ്ഞാല് മുഅ്മിനീങ്ങളുടെ കൂടെ എന്ത് ചെയ്യുക, നമസ്കാരം നിർവഹിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമസ്കാരം നിറവേറ്റണം, സക്കാത്ത് കൊടുക്കണം, രണ്ടും നമുക്കുണ്ട്. പിന്നെ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി എന്താന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുസദ്ദിഖൻ എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞത്, മുസദ്ദിഖൻ ലിമാ മഅക്കും പറഞ്ഞില്ലേ, നിങ്ങളെ വേദത്തെ സത്യപ്പെടുത്തിയും കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയെന്നുള്ളത് പറഞ്ഞില്ലേ. അതിന്റെ ഒരു തെളിവും കൂടിയായത് വേദത്തിലുള്ള വിശുദ്ധ ഖുർആനിലുള്ള കൽപ്പനകളും വേദത്തിലുള്ള കൽപ്പനകളും സെയിം ആണ്, അടിസ്ഥാനം സെയിം ആണ്. ഓക്കെ, ഇനി അടുത്തത് 44 അത്തമുറൂന. അത്തമുർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മൽ ഹർഫുൽ ഇസ്തിഫാം, ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഹർഫാണ് ആ. ആണോ ഉണ്ടോ എന്നാണ് അതിന്റെ അർത്ഥം, ആണോ ഉണ്ടോ. തമുറൂന, അമറ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക, അമറ കൽപ്പിക്കുക. തമുറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൽപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ എന്നുള്ള മീനിങ് വരാനാണ് തമുറൂന, അത് പ്ലൂരലാണ്, ബഹുവചനാണ്. നിങ്ങൾ കൽപ്പിക്കുകയാണോ, എന്തിന്, ആർക്ക്, അന്നാസ ജനങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുകയാണോ, എന്തിന്, ബിൽ ബിർരി എന്ന് പറഞ്ഞാല് പുണ്യം കൊണ്ട്, ജനങ്ങളെ പുണ്യം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുകയാണോ. വതൻസൗന ആൻഡ് ജനങ്ങളെ പുണ്യം കൊണ്ട് കൽപ്പിച്ച് എന്നിട്ട് ഇവരെന്ത് ചെയ്തു, വതൻസൗന അവർ മറന്നു കളഞ്ഞു.
തൻസൗന, താ എന്ന് പറഞ്ഞാൽ അവർ, തൻസൗന അവർ മറന്നുകളി വിസ്മരിക്കുകയും ചെയ്ത്, അംഫുസക്കും അവരുടെ നഫ്സിനെ, എന്ന് പറഞ്ഞാല് സ്വന്തം ചെയ്യാതെ മറ്റുള്ളവരെ പുണ്യം ചെയ്യാൻ കൽപ്പിക്കുക. അവനവൻ ചെയ്യാത്ത കാര്യം മറ്റുള്ളവരെ ചെയ്യാൻ കൽപ്പിക്കുക. അതാണ് മുറൂനന്നാസ, നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുകയാണോ പുണ്യം ചെയ്യാൻ, ബിൽ ബിർ പുണ്യത്തിന്, വതൻസൗന അംഫുസക്കും നിങ്ങളുടെ നഫ്സിനെ അല്ലെങ്കിൽ സ്വന്തത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, മറന്നു കളയുക. നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരോട് പറയാ. വ അൻതും നിങ്ങളാണ് താനും എന്ത്, തത്ലൂനൽ കിതാബ് നിങ്ങൾ കിതാബ് പാരായണം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ കിതാബ് പഠിച്ച ആൾക്കാരാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആള്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, കിതാബില് ഉള്ള പുണ്യമാണ് ആരോട്, ജനങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അവനവൻ എന്ത് ചെയ്യുന്നില്ല. അത് അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്താ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. ഈ പറഞ്ഞതിന് കാര്യം മനസ്സിലായില്ലേ? പുരോഹിതന്മാര് അവനവൻ ചെയ്യാത്ത കാര്യങ്ങൾ, പുരോഹിതന്മാരാണ്ട് ആരായാലും അവനവൻ ചെയ്യാത്ത കാര്യങ്ങള് എന്ത് ചെയ്യാ, ബാക്കിയുള്ളവരോട് ചെയ്യാൻ പറയാ. അതിനാണ് എന്ത് പറയാ, അതാണ് ഈ ഇതിന്റെ ആ മീനിങ്. തഅ്മുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും. ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇത് അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള, അല്ലെങ്കിൽ ഏറ്റവും ക്രോധം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്ത്, നമ്മള് പറയുന്ന കാര്യം ചെയ്യണം. ചെയ്യുന്ന കാര്യം മറ്റുള്ളവരോട് പറയാൻ പാടുള്ളൂ. അപ്പൊ മതം ഉപദേശിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആൾക്കാര് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, അവനവൻ ചെയ്യുന്ന കാര്യം മാത്രമേ ബാക്കിയുള്ളവരോട് പറയാൻ പാടുള്ളൂ. അല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വകുപ്പിൽ പെടും. അപ്പൊ വേദക്കാരെങ്ങനെ ചെയ്തത് കൊണ്ടാണ് അള്ളാഹു ആ ഒരു കാര്യം ഇവിടെ എടുത്തു പറഞ്ഞത്. അതല്ല, നമ്മൾക്ക് ഖുർആൻ വേദക്കാർക്ക് നമുക്കുള്ള ഗ്രന്ഥാണ്, ഖുർആൻ നമ്മളുടെ ഗ്രന്ഥാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു പാഠം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ചെയ്യുന്ന കാര്യയെ നമ്മള് മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാല്, മിറാജിന്റെ രാത്രിയില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മിറാജിന്റെ രാത്രിയില് റസൂലിനെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനെയും കൊണ്ട് പോയിട്ടെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു കണ്ട സമയത്ത് ചില ആളുകളെ നാവും ചുണ്ടും ഒക്കെ ഇങ്ങനെ അഗ്നി കൊണ്ടുള്ള ഈ തീ കൊണ്ടുള്ള കത്രിക കൊണ്ട് വെട്ടുന്നത് കണ്ട് വെട്ടി കളിക്കുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതാരാണ്, ഇതെന്താണെന്ന്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. താങ്കളുടെ സമുദായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മള് റസൂലിന്റെ സമുദായത്തിലുള്ള ആളുകള് ജനങ്ങളോട് സൽക്കാര്യം ഉപദേശിക്കുകയും സ്വന്തം ദേഹങ്ങളെ മറന്നു കളയുകയും ചെയ്യുന്ന പ്രാസംഗികന്മാരാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയണ്ടെന്നല്ല, പറയാണ്ടിരിക്കാൻ വന്നാല് നമുക്ക് ഒരു കാര്യം അറിഞ്ഞ് നമ്മളത് പറയാണ്ടെന്നാൽ അത് രണ്ട് കുറ്റമായി, മൂടി വെച്ച കുറ്റവുമായി, മനസ്സിലായില്ലേ, നമ്മൾ ചെയ്യാത്ത കുറ്റവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുക. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുക, അത് നമ്മൾ പരമാവധി ചെയ്യുക, പ്രവർത്തിക്കുക, അത് എന്ത് ചെയ്യുക, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അപ്പൊ ഈ ഒരു ഭീഷണിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഭയത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുക. അങ്ങനെയാണ്. സുമേ ടീച്ചറെ പറയണ്ടല്ലോ, മനസ്സിലായില്ലേ? ടീച്ചറെ, സ്വന്തമായി ചെയ്യാതെ മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക എന്നുള്ളതാണ്, കൽപ്പിക്കാൻ പാടില്ല. യെസ്, അതന്നെ. ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നവർ എന്ത് ചെയ്യണം, ആദ്യം അവനവൻ ചെയ്യണം, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ബാക്കിയുള്ളവരോട് പറയാൻ. അതാണ്. ഒരായും കൂടി നമുക്ക് പറയാം, സമയമൊക്കെ ആയിട്ടുണ്ട്, എന്നാലും ഒരായും കൂടി പറയാം, എന്നാൽ അഞ്ചായുടെ നമ്മൾ തജ്വീദ് പറഞ്ഞാണല്ലോ. അടുത്തായ ഇതൊക്കെ ഈ ആയകളെല്ലാം വാവിട്ട് കണക്ട് ചെയ്താട്ടോ. നമ്മൾ ഫസ്റ്റ് ആയ പഠിച്ചില്ലേ, ബനൂ ഇസ്രായേലികളോട് അള്ളാഹു എന്നോടുള്ള കരാർ നിങ്ങൾ നിറവേറ്റു, അപ്പൊ നിങ്ങളോടുള്ള കരാർ ഞാൻ നിറവേറ്റു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ബാക്കിയാണ് അതാണ് സ്റ്റാർട്ടിങ്ങിൽ കിടക്കുന്ന വാവ്. പിന്നെ സത്യം ചെയ്യാനുള്ള വാവ് ഉണ്ടാവും കേട്ടോ.
സത്യം ഓക്കെ ചെയ്യാനുള്ള വാവ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് മനസ്സിലാവും. സത്യം ചെയ്യാനുള്ള വാവ് കഴിഞ്ഞാൽ ഇസ്മ അതിന്റെ കൂടെ വരും, അതിന് കെസ്റയായിരിക്കും. തൊട്ട് ഓക്കെ വശംസി നമ്മൾ പഠിച്ചില്ലേ ചെറിയ സൂറയിൽ, ഓക്കെ വശംസി ഓക്കെ വൽഖമരി, ഓക്കെ അതൊക്കെ സത്യം ചെയ്യാനാണ്. വല്ലൈലി, അതിന് ആ ഒരു ഇസ്മിന് ശേഷം കെസ്റ ഉണ്ടാവും. ഓരോരോ ഈ അറബിക്കിന്റെ വാക്കുകൾക്കും അക്ഷരങ്ങൾക്കും ഒക്കെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത മീനിങ് ഉണ്ടാകുക. അപ്പൊ നമ്മൾ ആ ഒരു സന്ദർഭം നോക്കിയിട്ട് അതിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. ഇവിടെ ആൻഡാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് 40ാമത്തെ ആയയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, വസ്തഈനു, വസ്തഈനു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഹായം നേടുക. ഇതെല്ലാം ഓർഡറാ, അമ്രാണ്. എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ പേര് അമ്രാണ്, എന്താണ്, ഓർഡറാണ്. വസ്തഈനു, നിങ്ങൾ സഹായം തേടൂ. ബിസ്വബരി വസ്വല, എങ്ങനെയാണ് സഹായം തേടേണ്ടത്? സ്വബർ കൊണ്ടും നമസ്കാരം കൊണ്ടും, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുക. വ ഇന്നഹ, വ ഇന്നഹ എന്ന് പറഞ്ഞാൽ ഈ സഹായം തേടല് സ്വബർ കൊണ്ടും സ്വലാ കൊണ്ടും സഹായം തേടൽ എന്താണ്? അല്ലെങ്കിൽ സ്വലാത്ത്, അങ്ങനെയാവും. സ്വലാ വ ഇന്നഹ ലകബീറത്തുൻ, ലകബീറത്തുൻ, ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഇല്ല അലൽ ഖാശിഈൻ, ഖാശിയങ്ങൾക്ക്, ഖുശൂ ഉള്ള ആളുകൾക്ക്, ഭക്തന്മാർക്കല്ലാതെ ഇത് സാധ്യമല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇവിടെ സ്വബർ, ഈ സ്വബർ ഉണ്ടെങ്കിലേ സ്വല കറക്റ്റ് ആവുള്ളൂ. സ്വലാത്ത് ഉണ്ടെങ്കിലേ സബർ കിട്ടൂ. സ്വലാത്ത് കറക്റ്റ് ആണെങ്കിലേ സബർ കിട്ടൂ, അല്ലെ? അങ്ങനല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. സ്വല കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ, നിർബന്ധവും സുന്നത്തുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ച് എന്ത് ചെയ്യണം? അത് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? അതിന്റെ ടൈമിലൊക്കെ ചെയ്യണമെങ്കിൽ അതിന് സ്വബർ ഉണ്ടാവണം, അല്ലേ? സ്വബർ ഉണ്ടെങ്കിലേ ഉള്ളൂ സ്വലാത്ത് കറക്റ്റ് ആവും. സ്വലാത്ത് ഉണ്ടെങ്കിലേ സബർ കിട്ടും. നമ്മൾ നമസ്കരിച്ച് നമ്മൾ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് സബർ കിട്ടുക. അപ്പൊ ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സഹായം തേടേണ്ടത്. നമുക്ക് ഇത് ഈ ഒരായ ജൂതന്മാരെ പറ്റിയാണ് പറയുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാല്, അവർ നേരത്തെ പാലിച്ച് ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് മാറിയിട്ട് അവരെന്ത് ചെയ്യണം? റസൂലിൽ വിശ്വസിക്കണം, ഖുറാനിൽ പാലിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് കിട്ടണം? അള്ളാഹു താലയുടെ സഹായം കിട്ടുന്നുണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ വേണ്ടി അവരോട് പറയുന്നതാണ് എന്ത് ചെയ്യുക? സഹായം തേടേണ്ടത് സ്വബർ കൊണ്ടും സ്വല കൊണ്ടുമാണ്. സ്വലാത്ത് കൊണ്ടും സ്വബർ കൊണ്ടുമാണ് എന്ത് ചെയ്യേണ്ടത്? അത് നമുക്കും ബാധകമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വിഷമഘട്ടം ഉണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പറ്റൂല, അല്ലേ? നമുക്ക് ഒരു കാര്യം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂല. തന്നെയുമല്ല, ആർക്കും സോൾവ് ചെയ്യാത്ത കാര്യങ്ങള്, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ നമ്മളെ ജീവിതത്തില് പൂർത്തിയായി നമുക്ക് അറിയുന്നുണ്ടാവും. ഓരോരുത്തർക്കും പറയാനുണ്ടാവും. ഓരോരുത്തർക്കും അവനവന്റെ മനസ്സിൽ നമ്മൾ ഒരിക്കലും നടക്കൂല, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ കഴിയൂല എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ദുആ കൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആരുടെ സഹായം ഉണ്ടാവണം? അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവണം. അള്ളാഹുവിന്റെ സഹായം തേടാനുള്ള രണ്ട് മാർഗം നമുക്ക് പറഞ്ഞു തന്നാണ് ഇന്ന്. ഒന്ന് സ്വബർ, രണ്ട് സ്വലാത്ത്. അപ്പൊ ഇത് രണ്ടും ആർക്കേ സാധ്യമാവുന്ന അള്ളാഹു താല എന്ന് പറയുന്നുണ്ട്. ആർക്കേ സാധ്യമാവും? ഖാശിഈങ്ങൾക്ക്. ഈ ഖാശിഈങ്ങൾ ആരാണെന്ന് നെക്സ്റ്റ് ആയതിൽ പറയുന്നുണ്ട്. ഖാശിഈങ്ങൾ ആരാണെന്ന് വെച്ചാല്, അത് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു ഉറപ്പിക്കുക. നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് എന്തായാലും അള്ളാഹുവിനെ കണ്ടുമുട്ടാനുണ്ട്, എല്ലാവരും അള്ളാഹുവിലേക്കാണ് തിരിച്ചു പോകുക എന്ന് ഉറപ്പിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാം? ഉറപ്പിച്ച ആളുകളാണ് ഖാശിഈങ്ങൾക്ക്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്ലിയർ അല്ലേ ടീച്ചറെ? നമ്മള് ക്ലിയർ ആണ് അള്ളാഹുവിന്റെ ടീച്ചർ. ശക്തിയെയും കഴിവിനെയും നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കുക. അതാണ് ഈ ഖാശിഈ എന്ന് പറഞ്ഞാല്. ഖുശൂ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യുക? വേണ്ട രീതിയിൽ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ഒരു സഹായം കിട്ടും, അല്ലെങ്കിൽ
നമ്മളൊരാളെ അത്രയും ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ, ആശ്രയിക്കണമെങ്കിൽ അത്രയും കഴിവുള്ള ആൾക്കാരല്ലേ നമ്മൾ ആശ്രയിക്കുക അല്ലെ? നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്ത് കിട്ടുന്ന ആളുകളെയാണ് നമ്മൾ ആശ്രയിക്കുക. അപ്പൊ അള്ളാഹു താലാനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് എന്ത് അറിയാം? വിശ്വാസികള് നമ്മള് വന്നാന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾ വിചാരിക്കുക, നമ്മൾ പ്രതീക്ഷിക്കുക എന്ത്? നമ്മള് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ നിൽക്കും എന്ന് നമ്മൾ ആ പ്രതീക്ഷ ഉണ്ടാണല്ലോ. നമ്മൾ ഈ പഠിക്കാനൊക്കെ പഠിപ്പിക്കാനൊക്കെ നമ്മൾ നിൽക്കുന്ന എന്താണ്? ആ ഒരു പ്രതീക്ഷ ഉണ്ടാണല്ലേ, അവിടെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? തന്നെയുമല്ല, നമ്മൾ ലാസ്റ്റ് എങ്ങോട്ട് പോവും? തിരിച്ചങ്ങോട്ട് പോകാനുള്ള ആൾക്കാർ, നമ്മളെ കൂടെ ഉള്ള ആൾക്കാര്, നമ്മളെ വീട്ടിൽ നിന്നുള്ള ആൾക്കാര്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ അയൽവാസി, ഇതൊക്കെ പോകുന്നത് നമ്മൾ ഇങ്ങനെ കാണും. ആൾക്കാർ പോകുന്നത് ഇങ്ങനെ കാണും അല്ലേ? പോകുന്നത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ആൾക്കാർക്ക് എന്ത് ചെയ്യൂല? ബോധം വരൂല, ഗഫലത്തിലായിരിക്കും അല്ലേ? നമ്മള് ഓരോരുത്തരും പോകാനും നമ്മളെ വിളിക്കാൻ ആള് വരുന്ന സമയത്താണ് നമ്മൾ ചിലപ്പോൾ ഉണരുക. ഗാഫിലീങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അല്ലേ? ഭൂമിയിലേക്കാണ്ട് ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്നതിന്റെ അടുക്കായിരിക്കും ഒരു ദിവസം വരിക, നമ്മളെ കൂട്ടാൻ ആള് വരിക. ആ കൂട്ടാൻ ആള് വരുന്ന സമയത്ത് നമ്മൾ ഉണരും ഉറപ്പായിട്ട് നമ്മൾ ഉണരും. അങ്ങനെ ഉണർന്നത് കൊണ്ട് നമുക്ക് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അപ്പൊ കാര്യങ്ങള് വേണ്ട രീതിയിൽ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഇഷ്ടവും സംതൃപ്തിയൊക്കെ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരില് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരില് നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മൾ ആഗ്രഹം, പരമാ ആഗ്രഹം അല്ലെ, ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ആ ഒരു ഗ്രൂപ്പ് പെടുക എന്നുള്ളതാണ്. നമുക്കെല്ലാവരും ഞാനത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ കേൾക്കാൻ വന്നവർ മുഴുവൻ അത് തന്നെയായിരിക്കും ആലോചിക്കുന്നത് അല്ലേ? അല്ലാതെ ഈ ഉച്ചക്ക് 2:30 മണിക്ക് 3 മണിക്കൊക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വേറെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ലോണം കിടന്നുറങ്ങുന്ന സമയമായിരിക്കും. നമ്മൾ അതിനൊന്നും പോവാതെ നമ്മള് ക്ലാസ് കേൾക്കാനും ക്ലാസ് പറയാനൊക്കെ നിൽക്കുന്നത് എന്തിനാണ്? നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം, അള്ളാഹുവിന്റെ സ്വന്തക്കാരിൽ നമുക്ക് പെടണം, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിൽ നമുക്ക്, വിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ നമുക്ക് പെടണം. അള്ളാഹു താല ഇതെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, സ്വാലിഹായ അമലായിട്ട് സ്വീകരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് ഇലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.